ഒരു 100 വർഷം കൊണ്ട് തന്നെ ഹെൽത്ത് കെയർ മേഖലയിൽ വന്ന മാറ്റങ്ങൾ അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. ഇനി നമ്മൾ റേഡിയോളജിയിലേക്ക് വരികയാണെങ്കിൽ 1895 എക്സ്റേയുടെ മാമോല് ഒരു ഇമേജിൽ ഇല്ലാത്ത സി എ പ്രസ്റ്റ്, ഭാവിയിൽ അത് സി എ പ്രസ്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു അപ്പിയറൻസ്. അതായത് നോർമൽ ആര് കണ്ടാലും, ഏത് എക്സ്പേർട്ട് റേഡിയോളജിസ്റ്റ് കണ്ടാലും അങ്ങനെ ഒരു അപ്പിയറൻസ് അതിൽ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ഏരിയ ഭാവിയിൽ സി എ ബ്രസ്റ്റ് ആവാൻ സാധ്യത. പുതിയ ടെക്നോളജീസ് ഒക്കെ കുറച്ചും കൂടി സിമ്പിൾ ടു യൂസും പിന്നെ കുറച്ച് മാൻ പവറും ഒക്കെ വേണ്ട രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസിൽ മൊത്തത്തില് ലോകത്ത് മൊത്തത്തില് ഉണ്ടാവാൻ പോകുന്ന അതൊരു ക്രൈസിസ് ആയിരിക്കും, അത് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റികളുടെ പുതിയൊരു കാലത്തേക്കാണോ വഴി തുറക്കുന്നത്? കോവിഡിന് ശേഷം നമ്മൾ ലോകത്ത് മൊത്തത്തിൽ നമ്മൾ പറയുന്നത് പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് എന്നുള്ള രീതിയിലാണ്. പല മേഖലകളിലും പല മാറ്റങ്ങളും നമ്മളിപ്പോൾ പോസ്റ്റ് കോവിഡിന് ശേഷം കണ്ട നമ്മൾ ട്രാൻസാക്ഷൻ മേഖലകളിൽ, സ്കൂൾ സിസ്റ്റത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു. പോസ്റ്റ് പക്ഷെ ഹെൽത്ത് കെയറിൽ എപ്പോഴും പെട്ടെന്ന് തന്നെ പുതിയ ട്രെൻഡുകളെ കുറിച്ച് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നതാണ് ഹെൽത്ത് കെയർ സെക്ടർ. മുമ്പ് തന്നെ ഇപ്പൊ നമ്മളൊരു ഒരു 100 വർഷം കൊണ്ട് തന്നെ ഹെൽത്ത് കെയർ മേഖലയിൽ വന്ന മാറ്റങ്ങൾ അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. ഇപ്പൊ 100 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ പിതാമഹന്മാരുടെ കാലം. അന്നുണ്ടായിരുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നമുക്കിന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് പടരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുക, അത് ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് നമ്മളത് ഊറ്റിയെടുത്ത് കളയാം. അതായിരുന്നു നമ്മൾ അന്നത്തെ ട്രീറ്റ്മെന്റ്. ഇന്ന് നമ്മളിപ്പോ പിന്നെ നാനോ ബോട്ട്സുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ന് നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര കൗതുകം തോന്നും. പക്ഷെ അവിടുന്ന് നമ്മൾ എത്രയോ ദൂരം മുന്നോട്ട് വന്നു. അപ്പൊ ഹെൽത്ത് കെയർ മേഖലയിലാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയിലായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെക്നോളജിയെ സ്വീകരിക്കുന്നതും അത് പെട്ടെന്ന് നടപ്പിൽ വരുന്നതും. ഇപ്പൊ സ്കൂൾ സിസ്റ്റം നമ്മൾ എത്ര മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞാലും അത് ആ ഒരു കൺവെൻഷണൽ വേയിലേ പോവുള്ളൂ. പക്ഷെ ഹെൽത്ത് കെയർ, നമ്മൾ ചികിത്സ, അത് എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവരും പുതിയ ടെക്നോളജിയെ കുറിച്ച് ആ ഹെൽത്ത് കെയർ മേഖലയിൽ രോഗികളും ഡോക്ടേഴ്സും ഒക്കെ പെട്ടെന്ന് അത് അഡാപ്റ്റ് ചെയ്യും. ഇപ്പൊ ഒരു ടീച്ചർ ഒരു പുതിയ കോഴ്സ് പഠിക്കുക, അത് പ്രാവർത്തികമാക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു മടിയായിരിക്കും സ്വാഭാവികതയിലൊക്കെ ചെയ്യാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിനെ പിന്നെ ഈ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും അത് നടപ്പിൽ വരുത്താനും ഞാൻ മനസ്സിലാക്കുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിരിക്കും. പുതിയ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കോഴ്സുകൾ ചെയ്യുക, അത് പിന്നെ പേഷ്യൻസിന് എങ്ങനെ റിസർച്ചുകൾ കൊണ്ടുവരിക, അതിലൊക്കെ പേഷ്യന്റിൽ അത് ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാവുന്നത് പഠിക്കുക. അതൊക്കെ എനിക്ക് തോന്നുന്നു ഹെൽത്ത് കെയർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പൊ ഇനി ഒരു 10 വർഷം മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖല തന്നെ ആയിരിക്കും നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ്. ഈ ഒരു കരിയർ, നമ്മുടെ ഹെൽത്ത് കെയർ കരിയറിനെ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്കും നമ്മൾ 100 വർഷം പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ഇന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പോലെ തന്നെ ഒരു 10-15 വർഷം കഴിയുന്ന ആളുകൾ ഇങ്ങോട്ട് പിറകിലേക്ക് ചിന്തിക്കുമ്പോൾ അവർക്ക് എന്ന് നമ്മുടെ ടെക്നോളജി അവർക്ക് എന്തായി തോന്നാം, ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്ന ടെക്നോളജി ഒക്കെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ അത് നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറയാൻ തോന്നുന്നത്. ഇനി നമ്മൾ റേഡിയോളജിയിലേക്ക് വരികയാണെങ്കിൽ നമ്മള് 1895 എക്സ്റേയുടെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. ഇപ്പൊ 100 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ പിതാമഹന്മാരുടെ കാലം. അന്നുണ്ടായിരുന്ന ആ സമയത്ത് അങ്ങനെ അന്നത്തെ എക്സ്റേ ഡിപ്പാർട്ട്മെന്റുകൾ നെക്സ്റ്റ് ഇയറിൽ തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസ് 1914 ഫസ്റ്റ് വേൾഡ് വാർ വന്നു. അപ്പോഴേക്കും അതിന്റെ ആവശ്യം വ്യാപകമായി പിന്നെ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം കൂടുതൽ ഡയഗ്നോസ്റ്റിക് എക്സ്റേ സജീവമായി. അപ്പൊ ഇന്ന് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈടെക് ടെക്നോളജി, DR സിസ്റ്റം, CT MRI മെഷീനറി ഉള്ള റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അന്നത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് 1895 അല്ലെങ്കിൽ 6 ആ കാലഘട്ടത്തിൽ 1990s തുടക്കത്തിലുള്ള ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ചിന്തിച്ചു നോക്കി, എങ്ങനെയായിരുന്നു? ഒന്ന് അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്നില്ല, ഒരു സ്വാഭാവികമായിട്ടും ടൈം റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണല്ലോ ടെക്നോളജി കൂടുതൽ അഡ്വാൻസ്ഡ് ആവുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പഴയൊരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്നും റൂറൽ ഏരിയാസിൽ പോയി അട്ടപ്പാടി പോയാൽ നമുക്ക് അത്തരം ഡിപ്പാർട്ട്മെന്റ് കാണാം. മെഷീനറി ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രോസസിങ് യൂണിറ്റ് അതാണല്ലോ പ്രധാനം. ഇപ്പൊ നമ്മൾ കൺസോൾ എന്ന് പറയുന്നത്
അങ്ങനത്തെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയില് നമുക്ക് ഡാർക്ക് റൂം പ്രോസസ്സിംഗ് കാണാൻ കഴിയും. ഇന്നത്തെ കുട്ടികളോട് നമ്മൾ ക്ലാസ്സിൽ ചോദിക്കുന്ന സമയത്ത് ഡാർക്ക് റൂം എന്താണെന്ന് അവർക്ക് അറിയില്ല. സിനിമകൾ കണ്ടിട്ട് നമ്മളെ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് റൂം. അപ്പൊ എന്നതുപോലെ അത് പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എഫേർട്ട് ആവശ്യമാണ്, ടൈം കൺസ്യൂമിങ് ആണ്. നമ്മളൊക്കെ ചെറുപ്പത്തിലൊരു 90s ഫോട്ടോഗ്രാഫിയിൽ ആ ഒരു പ്രോസസ്സിംഗ് നിന്നിട്ടുണ്ട്. നമ്മളെ ചെറുപ്പത്തിലൊക്കെ പിന്നെ അച്ഛനെ കൊല്ലുന്ന ക്യാമറ അങ്ങനെയൊക്കെ കണ്ടൊരു പരിചയം മാത്രമേ. നമ്മളത് ഷൂട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് പോയിട്ട് വേണം അത് പ്രോസസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് കാണുന്ന ഇമേജ് ആയിട്ട് മാറാൻ. എന്നതുപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മള് റേഡിയേഷൻ അനാട്ടമി നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഹാൻഡ് ആവട്ടെ, ചെസ്റ്റ് ആവട്ടെ, സ്കള്ളാവട്ടെ, അത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിലിം എന്താ ഇമൽഷൻ ഫിലിംസ് അല്ലെങ്കിൽ സിൽവർ ഹാലൈറ്റുള്ള ഫിലിംസ് അത് ലൈറ്റ് സെൻസിറ്റീവ് ആണ്. അപ്പൊ ഡാർക്ക് റൂമിലേക്ക് പോയി നമുക്ക് മാനുവൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ പലവിധ ടാങ്കുകൾ, 4 ടാങ്കുകൾ, ആ ടാങ്കിൽ അതും ഡെവലപ്പ് ചെയ്യണം. പിന്നെ അത് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പിന്നെ വിസിബിൾ അല്ലാത്ത ഇമേജിനെ വിസിബിൾ ആക്കുന്ന പ്രോസസ്, കൺവേർട്ട് ചെയ്യാം, വിസിബിൾ ഇമേജ് ആക്കി മാറ്റുന്ന പ്രോസസ്. പിന്നെ അത് ഡെവലപ്പ് ആയതിനെ ഫിക്സ് ആക്കും, ഒരു ഡൈ ആണ് ഒരു സൊല്യൂഷൻ. പിന്നെ നമ്മള് വീഡിയോസിലൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഈ ഫോട്ടോ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കും എന്നതുപോലെ. അതിന് പ്രത്യേക ടാങ്കുകൾ ഉണ്ട്, പ്രോസസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ടാങ്കുകൾ. പിന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യണം, അതായത് അൺഎക്സ്പോസ്ഡ് ആയ സിൽവർ ഹാലൈറ്റ്സ് റിമൂവ് ചെയ്യണം. പിന്നെ അത് വാഷ് ചെയ്യണം, പിന്നെ അത് ഡ്രൈ ഹാങ് ചെയ്ത് ഡ്രൈ ചെയ്യണം. അപ്പൊ ഒരുപാട് സമയം എടുക്കും. പിന്നെ അന്ന് ഞാനൊന്നും ഡാക്കുമിൽ വർക്ക് ചെയ്തിട്ടില്ല. ഡാക്കുമിൽ വർക്ക് ചെയ്ത നമ്മള് സീനിയേഴ്സ് ഒക്കെ നമ്മൾ പറയും അത് നമ്മളൊരു കാളബൂട്ട് വന്ന് കഴിഞ്ഞ പോലെ നമ്മള് പിന്നെ എക്സ്റേ പോസ്റ്റിംഗ് കഴിഞ്ഞ് വന്നാലും ആ ആപ്രോണൊക്കെ ആകെ നാറി ആകെ അഴുക്കായി, ആ സൊല്യൂഷൻസിനെ വല്ല ഈ ഫിക്സറിനൊക്കെ ഒരു തരം സ്മെല്ലുണ്ടെന്നാ പറയും, ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടാവും. അപ്പൊ പാരന്റ്സ് ഒക്കെ പറയും പോലും നമ്മള് വീട്ടിലേക്ക് തിരിച്ചു ചെന്നാല് എന്താ എവിടുന്നായി വരുന്നത് ചോദിക്കുന്നു. ഇന്നിപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായി റൺ ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ആ AC റൂമിൽ ഇരിക്കുന്നു, അത് ഉഷാറായി തിരിച്ചു പോകുന്നു. അപ്പൊ അവിടുന്നുള്ള ആ ഒരു മാറ്റം അത് വല്ലാതെ. പിന്നീട് നമുക്ക് CR വന്നു. ഇപ്പോഴും CRന് ഒരുപാട് പരിമിതികളുണ്ട്. ഇന്ന് നമ്മൾ CR ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു CRന്റെ പരിമിതി കൂടുതലുള്ളത് ഈ പോർട്ടബിൾ CRലായിരിക്കും. കാരണം പോർട്ടബിൾ CR പറയുമ്പോൾ നമുക്കൊരു ICUലോ അല്ലെങ്കിൽ ഒരു വാർഡിലോ പോയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കാസറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പോർട്ടബിൾ മെഷീൻ അവിടെ തന്നെ ആയിരിക്കാം. പിന്നെ അത് എക്സ്പോസ് ചെയ്ത് CR കാസറ്റ് റേഡിയോളജി അതെ. ആ കാസറ്റ് നമ്മളിപ്പോ വാർഡിലോ ICUലോ പോയി എക്സ്പോസ് ചെയ്താൽ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ വരണം, റീഡറിൽ വെച്ച് റീഡ് ചെയ്യണം. എന്നിട്ട് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും അത് എടുക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇന്നിപ്പോ നമുക്ക് DR വന്നു, പോർട്ടബിൾ തന്നെ DR എടുത്ത സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്തു. ആ ഒരു മാറ്റം അത് ഭയങ്കരം തന്നെയാണ്. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഒരു ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ ഹെൽത്ത് കെയറിൽ ഒരുപാട് എല്ലാ മേഖലയിലും വരുന്നുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഡയഗ്നോസ്റ്റിക്സിൽ നന്നായിട്ട് വരുന്നുണ്ട്. റേഡിയോളജിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ ഏത് രീതിയിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റേഡിയോളജിയിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നവരാണ്, നമ്മൾ ഓരോ ടെക്നോളജി കാർ ഉപയോഗിക്കുന്നത്, അതിലെല്ലാം AI വരുന്നുണ്ട്. ഓരോ വെൻഡേഴ്സ് അത് പല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നു. നമുക്കറിയാം സാംസങ്ങിലുള്ള ഫീച്ചേഴ്സ് ആവില്ല പിന്നെ ആപ്പിളിലുണ്ടാവും, അതല്ല റെഡ്മി മറ്റു ഫോണുകൾ ഉപയോഗിക്കുന്നത്. എന്നതുപോലെ ഓരോ വെൻഡേഴ്സ് നമുക്ക് ഡയഗ്നോസ്റ്റിക് എക്സ്റേയിൽ ഉപയോഗിക്കുന്ന വെൻഡേഴ്സ്, മാനുഫാക്ചറിങ് കമ്പനീസ്, സിമെൻസിന് അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്, സാംസങ്ങിന് അവരുടേതായ ഫീച്ചേഴ്സ്. ഓരോരുത്തരും ഒരു നമ്മൾ കാണുന്ന പോലെ ഫോൺ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ആ കോമ്പറ്റീഷൻ വിസിബിൾ ആണ്. എന്നതുപോലെ ആ കോമ്പറ്റീഷൻ അവിടെ ലൈവ് ആണ്. അവരിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ സാംസങ് മാത്രമല്ല പിന്നെ നമ്മുടെ സിമെൻസിനൊക്കെ അതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതില് ക്യാമറ ബേസ്ഡ് പൊസിഷനിങ് ടെക്നോളജി അല്ലെങ്കിൽ കോർഡിനേഷൻ സിസ്റ്റം, അതായത് AI സപ്പോർട്ടഡ് ക്യാമറ സിസ്റ്റം. എക്സ്റേ ട്യൂബിനോട് ചേർന്നിട്ട് തന്നെ എന്തുണ്ടാവും, ഒരു ക്യാമറ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ക്യാമറ ഓൺ ആയിരിക്കും, അത് നമുക്ക് കൺസോളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പൊ കൺസോളിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ക്യാമറ വെച്ചുള്ള ഇമേജ് നമുക്ക് കൺസോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ആ പേഷ്യന്റ് ആണ് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കോർഡിനേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ പേഷ്യന്റ് സൈസ്, വെയിറ്റ്, പിന്നെ ഹൈറ്റ്, BMI ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പോഷർ മാനേജ് ചെയ്യാം. അങ്ങനെ ഇത് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് AI ബേസ് ചെയ്തിട്ട്. ഇനി അത് ഈ ടെക്നിക്കൽ സൈഡിൽ അതിനൊരു പൊസിഷനിങ്
ആ ഒരു സൈഡ് പറയുകയാണെങ്കിൽ ആ രീതിയിൽ ഒരുപാട് ഓട്ടോമാറ്റിക് കോളിമേഷൻ, ഓട്ടോമാറ്റിക് എക്സ്പോഷർ കൺട്രോൾ, എക്സ്പോഷർ നമുക്ക് നേരത്തെ എന്നത് AI ബേസ്ഡ് ആണ് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള പിന്നെ റേഡിയേഷൻ വളരെ മിനിമൽ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ആൾറെഡി ഇപ്പോഴത്തെ മിഷനറി എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ വളരെ മിനിമൽ തന്നെയാണ്. പണ്ടത്തെ പോലെ നല്ല പലർക്കും ഇപ്പോഴുള്ള തെറ്റിദ്ധാരണയാണ് ഈ റേഡിയേഷൻ നോ ആണ് സംഭവമാണ്. റേഡിയേഷൻ നമുക്ക് അയണൈസിങ് റേഡിയേഷൻ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എങ്കിലും ഈ നമ്മൾ ഡയഗ്നോസ്റ്റിക് എക്സ്റേയിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻ തെറാപ്പിക്കുള്ളിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്നതല്ല. ഡയഗ്നോസ്റ്റിക് എക്സ്റേയിൽ സാധാരണ നമ്മൾ ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഹാൻഡ് എക്സ്റേ എടുക്കുന്നു, ആ സമയത്ത് കിട്ടുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയാ നമുക്കതൊരു ഹാമേ അല്ലാത്ത രീതിയിലുള്ള റേഡിയേഷൻ. കുറഞ്ഞ രീതിയിൽ അതെ, ഈവൻ ടെക്നോളജീസിന് തെറാപ്പിയിലുള്ള ഇത് കുറച്ചും കൂടി ബയോളജിക്കൽ എഫക്ട്, അത് ആ ഒരു എഫക്ട് വെച്ചിട്ടാണ് ട്രീറ്റ് ട്രീറ്റ് ചെയ്യുന്നത്. ചെയ്ത് ആ ബയോളജിക്കൽ എഫക്ട് ഉപയോഗിച്ചിട്ടാണ് ആ ട്യൂമർ ആണെങ്കിൽ ട്യൂമർ അല്ലെങ്കിൽ മറ്റെന്താണെങ്കിലും അതിനെ ഇല്ലായ്മ ചെയ്യുന്നത്. ഇല്ലായ്മയും അപ്പൊ അതിന് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ശരീരത്തിന് ബാധിക്കുന്നതാണ്. ഇനി അതിന്റെ ഒരു ഇമേജ് ഐഡന്റിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ അതിന്റെ കുറച്ചും കൂടി രസകരമായ അത് കാണുന്നത്. ഒരു എക്സ്റേ റീഡ് ചെയ്യുമ്പോൾ ഇപ്പൊ NVIDIA ഒക്കെ അവർക്കുള്ള സോഫ്റ്റ്വെയർ പറയുമ്പോൾ ഒരു എക്സ്റേ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് എന്ത് ചെയ്യും, ട്യൂബർക്ലോസിസ് ഡിറ്റക്ട് ചെയ്യും. ട്യൂബർക്ലോസിസ് മാത്രമല്ല, പ്ലൂറൽ എഫ്യൂഷൻ, ലങ് കൊളാപ്സ്, ഈവൻ ടെസ്റ്റെക്സിന് മാത്രമല്ല, ഈവൻ ഫ്രാക്ചേഴ്സ്, എക്സ്ട്രീമിറ്റീസ് എടുക്കുകയാണെങ്കിലുള്ള ഫ്രാക്ചേഴ്സ്, ഈവൻ ഫൈൻ ഹെയർലൈൻ ഫ്രാക്ചേഴ്സ് വരെ അത് ഡിറ്റക്ട് ചെയ്യും. ഏത് ഒരു റേഡിയോളജിസ്റ്റിന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്ത ഫ്രാക്ചേഴ്സ് വരെ AI സിസ്റ്റം. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് അത് എങ്ങനെയാണ് അതൊരു മെഷീൻ ലേണിംഗ് പ്രോസസ് ആണ്. മെഷീൻ ലേണിംഗും അതുപോലെ ഡീപ്പ് ലേണിംഗും ഉപയോഗിച്ചിട്ട് Deep ചെയ്യും. learning. ആദ്യം നമ്മൾ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ഇതിനെ പിന്നെ പഠിപ്പിക്കും. ആൾറെഡി ഇപ്പൊ നമ്മൾ ഈ ടെലി റേഡിയോളജിസ്റ്റ് അവരുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പാക്ക് സിസ്റ്റത്തിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്. അപ്പൊ നമ്മൾ ആൾറെഡി നമ്മൾ ചെസ്റ്റ് എക്സ്റേയുടെ ഡാറ്റ സങ്കല്പിക്കാം, അതിനൊക്കെ റിപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഡാറ്റ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയാം ഏതാണ് നോർമൽ ഏതാണ് അബ്നോർമൽ അല്ല. അപ്പൊ നോർമൽ എക്സ്റേ ഉള്ള ഒരു ബൾക്ക് ഓഫ് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് വിപരീതമായിട്ടൊരു ഇമേജ് വരികയാണെങ്കിൽ നമുക്ക് തന്നെ ഇപ്പൊ നമ്മള് പിന്നെ നോർമലായിട്ട് എന്നെ കാണുന്നത് ഇവിടെ എന്നെ കാണുന്നുണ്ട്. അപ്പൊ എന്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുമല്ലോ. എന്നതുപോലെ സിസ്റ്റം നമ്മൾ നോർമൽ എക്സ്റേ കണ്ട് ശീലായ സിസ്റ്റം അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താണ് സംതിങ് റോങ് എന്നുള്ള രീതിയിൽ ഡിറ്റക്ട് ചെയ്യും. പിന്നെ അത് എന്താണ് നമ്മൾ ഫീഡ് ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇപ്പോ TB എക്സ്റേ ആണെങ്കിൽ നമ്മൾ ആ TB റിപ്പോർട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പൊ TB റിപ്പോർട്ട് ആണെങ്കിൽ ആ സിസ്റ്റത്തിന് മനസ്സിലാക്കിയ TB ആണ്. ആക്ച്വലി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ ഇംപ്ലിമെന്റഡ് ആണ് ഈ ടെക്നോളജി. അത് ഈ ടെലി റേഡിയോളജിയിലൊക്കെ ഇത് വെച്ചിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതില് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് അതുകൊണ്ട് ഒരാളെ റീപ്ലേസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ നമ്മളെല്ലാം ഒരു മെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ChatGPT ഉപയോഗിക്കുന്നു, നമ്മൾ മെറ്റ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ജോലി പോയെന്ന് പറയാമല്ലോ, അത് എളുപ്പമാക്കുന്നു എന്നേ പറയാൻ കഴിയും. എന്നതുപോലെ നമുക്ക് ആ ഒരു ടൂളാണ് ശരിക്കും വളരെ എളുപ്പമാക്കുന്ന, അക്യുറേറ്റ് ആക്കുന്ന, മിസ്റ്റേക്സുകൾ ഇല്ലാതാക്കുന്ന. നമ്മൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് സ്വാഭാവികമായിട്ട് വരും. അതിൽ ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ ChatGPT കൊണ്ട് മെറ്റയെ കൊണ്ട് ചെയ്യിപ്പിക്കും, ആ എറർ കുറക്കുമ്പോൾ നമ്മൾ ടൈം കുറക്കും. അതുപോലെ റിപ്പോർട്ടിങ്ങിൽ റിപ്പോർട്ടിങ്ങിൽ അത് വരണ്ടേ, എളുപ്പമാക്കണ്ടേ, സമയം കുറക്കണ്ടേ, അത് അക്യുറേറ്റ് ആക്കണ്ടേ. സ്വാഭാവികമായിട്ട് നമുക്കത് AI ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക് ഒരിക്കലും. ഇന്നിപ്പോ ആരും ഞാൻ വിചാരിക്കുന്നില്ല സ്വന്തമായിട്ടൊരു മെയിലോ ഒന്നും എഴുതിണ്ടാക്കുന്നുണ്ട്. അത്രയും സമയം എടുക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട്, അത് കൂടുതൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി അതിൽ തന്നെ ഈ ഒരു ടെക്നോളജി സോഫ്റ്റ്വെയർ ബേസിലാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ടെലി റേഡിയോളജിയിലൊക്കെ മാക്സിമം ചേർന്ന് ഉള്ള AI. ഇത് മെഷീനുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ഉദാഹരണം പറയുന്നത് പോർട്ടബിൾ മെഷീൻ. ഒരു പോർട്ടബിൾ മെഷീൻ ICUയിൽ ഉപയോഗിക്കുന്ന പോർട്ടബിൾ മെഷീൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിന് ആ എക്സറുമായി ഈ AI ആൾറെഡി ആയിട്ടുണ്ടാവും. AI സോഫ്റ്റ്വെയർ ആ പോർട്ടബിൾ മെഷീനിൽ എക്സ്റേ മെഷീനുമായിട്ട് ഉണ്ടാവും. അപ്പൊ അതില് ഇപ്പൊ ആൾറെഡി നമ്മളൊരു എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ കഴിയും എന്ത് ഇത് നോർമലാണോ അബ്നോർമലാണോ, ഇത് TB ആണോ, ഇത് മറ്റെന്തെങ്കിലും എഫ്യൂഷൻ ആണോ, ഇത് ലങ് കൊളാപ്സ് ആണോ, ആൾറെഡി മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കാൻ മാത്രമല്ല, ഇത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കോഡ് ചെയ്യണം. ഒരു TB വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംതിങ് സിവിയർ ആയ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സിഗ്നൽ വരികയാണെങ്കിൽ റെഡ് ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ ആ മെഷീന് നമ്മളൊരു എന്താ കൊടുക്കുകയാണ്, ഒരു കമാൻഡ് കൊടുക്കുകയാണ്. അപ്പൊ റെഡ് ലൈറ്റ് കത്തും. ഇനി ഇത് ഈ ഒരു ടെക്നോളജി എവിടെയാണ് നടക്കുന്നത്? എക്സ്റേ ഇമേജിംഗ് ടൈമിലാണ്, പ്രോസസ്സിംഗിൽ CR കൺസോളിലാണ്?
കൺസോൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് കൺസോൾ എന്ന് പറയാമെങ്കിൽ കൺസോൾ എന്ന് പറയാം, പക്ഷെ സിസ്റ്റത്തിൽ തന്നെയാണ് കൺസോൾ സിസ്റ്റത്തില് അതെ എല്ലാവർക്കും തന്നെ ഉള്ളത്. എക്സ്പോസ് ചെയ്യുന്നു, ഉം. സിസ്റ്റം റീഡ് ചെയ്യുന്നു, ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ അത് ഇമേജ് വരുന്ന ആ ഒരു സെയിം ടൈം തന്നെ ആയിരിക്കും. അതെ ഇമേജ് തിരിച്ചു വരുന്നത്. ഈ സിസ്റ്റത്തിലേക്ക് വരുന്നു, പ്രോസസ്സറിലേക്ക് വരുന്നു. പ്രോസസ്സറിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് മനസ്സിലാക്കുന്നു. ഇപ്പൊ നോർമൽ എക്സ്റേ ആണെങ്കിൽ 3 ലൈറ്റ് ആണ് ഉണ്ടാവാന്ന് പറഞ്ഞ പോലെ നോർമൽ എക്സ്റേ ആണെങ്കിൽ അത് ചെയ്യും ഗ്രീൻ ലൈറ്റ്. അപ്പൊ ടെക്നോളജി മനസ്സിലാക്കാം നത്തിങ് ടു വർക്ക് എക്സ്പോസ് ചെയ്തിട്ട് പിന്നെ പേഷ്യന്റിനെ വിഷ് ചെയ്തിട്ട് അത് തിരിച്ചു പോകാം, യു ആർ ഓക്കെ എന്നുള്ള രീതിയിൽ. അല്ല ഇനി എന്തോ ഒന്ന് അബ്നോർമൽ ഉണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് സീരിയസ്. അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൽ യെല്ലോ ലൈറ്റ് കത്തി. ഹലോ അപ്പൊ നമുക്ക് യെല്ലോ ലൈറ്റ് കത്തിക്കേണ്ട എത്ര ഏതൊരു പാത്തോളജിയിലാണെന്നുള്ളത് ആ ഒരു ഒരു ഇത് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു കമാൻഡ് സിസ്റ്റത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരം പിന്നെ പാത്തോളജി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത് അത്ര സീരിയസ് അല്ല, പക്ഷെ ഇറ്റ്സ് നോട്ട് നോർമൽ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് യെല്ലോ ലൈറ്റ് കത്തിക്കും. ശരി, അപ്പൊ ഒരു അറ്റൻഷൻ വേണം, നോട്ട് എമർജൻസി. ഇനി സീരിയസ് ആയ ഇഷ്യൂസ്, കൊളാപ്സോ അല്ലെങ്കിൽ ഒരു പൾമണറി എംബോളിസോ അത്തരം വിഷയമാണെങ്കിൽ അത് ഉടനെ ലൈറ്റ് കത്തും, അലേർട്ട് ചെയ്യും. അത് ഫിസിഷ്യനെ ഫോണിലേക്ക് മെസ്സേജ് വരെ പോകുന്ന ടെക്നോളജിയാണ് ഇന്ന് ലോകത്തുള്ളത്. വൈകാതെ നമ്മുടെ നാടുകളിലും അതൊക്കെ കാണും. എനിക്ക് തോന്നുന്നു ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത സമയത്ത് പ്രിവെന്റീവ് മെഡിസിനിലാണ്. പ്രിവെന്റീവ് മെഡിസിനില് പിന്നെ ഈ വിസ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് പുതിയ എംപ്ലോയീസ് രാജ്യത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ വിസ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് ചെസ്റ്റ് എക്സ്റേ ചെയ്യും. ഈ കോവിഡ് ടൈമില് ഈ രീതിയിൽ കഴിഞ്ഞ റീസെന്റ് ഇയേഴ്സ് തന്നെയാണ് കോവിഡ് പിന്നെ പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ റേഡിയോ ഇമേജിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് കണ്ടിട്ട് അവരെ സ്കാനിങ് വന്നിട്ട് കണ്ടിട്ട് ഇത് AI ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഇമേജ് മൊത്തം എന്ത് ചെയ്യും സെക്കൻഡറി സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ വിടുന്നത് TB സ്പ്യൂട്ടൻ ടെസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ലാബിൽ അങ്ങനെ കേസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻകോർപ്പറേറ്റഡ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഈ പേഷ്യൻസിന് സെക്കൻഡറി ഇത് വരുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് അത് സ്ക്രീനിങ് സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ പേർക്ക് സ്ക്രീനിങ്ങിന് കോവിഡിന് ശേഷം വന്നിട്ടുണ്ട്. അതില് ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഈ എടുത്തു വായിച്ചത്, നമ്മുടെ മയമോ ബ്രസ്റ്റ് ക്യാൻസർ വളരെ ഒരു കെയർ ആവശ്യമുള്ള ഒരു ഏരിയയാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത്. മാമോയില് ഒരു ഇമേജിൽ ഇല്ലാത്ത CA ബ്രസ്റ്റ്, ഭാവിയിൽ അത് CA ബ്രസ്റ്റ് ആവാൻ സാധ്യത ഉള്ള ഒരു അപ്പിയറൻസ്. അതായത് നോർമൽ ആര് കണ്ടാലും ഏത് എക്സ്പേർട്ട് റേഡിയോളജിസ്റ്റ് കണ്ടാലും അങ്ങനെ ഒരു അപ്പിയറൻസ് അതിൽ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ഏരിയ ഭാവിയിൽ CA ബ്രസ്റ്റ് ആവാൻ സാധ്യത ഉള്ളത് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. അത് ഭയങ്കര എക്സൈറ്റിങ്. ഈവൻ ഇതേ സെയിം ടെക്നോളജി ചെയ്തില്ലേ നമ്മളിപ്പോ നോർമൽ സിനാരി സ്ട്രോക്ക് CT സ്ട്രോക്ക് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഷീമിക് സ്ട്രോക്ക് CT ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ 6 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം, സിംറ്റം സ്റ്റാർട്ട് ചെയ്ത് 6 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യുന്നു ഇഷീമിക് സ്ട്രോക്ക് ഹൈപ്പോ അപ്പിയറൻസ് ഡാർക്ക് അപ്പിയറൻസ് CT കാണുന്നു. എന്നാൽ ഇന്നത്തെ AI ടെക്നോളജിയിൽ നമുക്ക് ആ ഒരു AI സിസ്റ്റം ഉപയോഗിച്ച് 6 മണിക്കൂറിന് ശേഷം കാണാവുന്ന ഹൈപ്പോ അപ്പിയറൻസ് ഇവിടെ ഡിറ്റക്ട് ചെയ്യും സിസ്റ്റം. അത്രയും അതിന്റെ വളർന്നിട്ടുണ്ട്. ഇനി ഇത് കേവലം ഒരു പ്രഡിക്ഷൻ അല്ല, റാൻഡം പ്രഡിക്ഷൻ അല്ല, 99.9% അക്യുറസിയിലാണ് അത്. പ്രഡിക്ഷൻ അല്ല അതില്, സ്റ്റേജ് കഴിഞ്ഞു. അതെ. ഇത്രയും പിന്നെ ഇത് ഡാറ്റ എത്രത്തോളം ഡാറ്റ ഉണ്ടോ അത്രത്തോളം കൂടുതൽ അക്യുറസി കിട്ടും. ഇത്രയും ഇപ്പൊ ഇത് ERP-യിലേക്ക് സോറി പിന്നെ നമ്മൾ EHR-ലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലൗഡിനെ ഈ ഒരു AI EHR-ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എത്രയോ ബെനിഫിറ്റ് ആവും. അത്രയും അക്യുറേറ്റ്. ഇപ്പൊ ഒരു ഡോക്ടർ ഒരു റേഡിയോളജിസ്റ്റ് ഒരു ദിവസം കാണുന്ന മാക്സിമം സ്കാൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 100 എക്സ്റേ മാക്സിമം കണ്ടാൽ സങ്കല്പിക്കാൻ പറ്റും. 10 അല്ലെങ്കിൽ 50 MRI വേണം സങ്കല്പിക്കാം. അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു ഡോക്ടർ അങ്ങനെ 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ റേഡിയോളജിസ്റ്റ് മാക്സിമം എത്ര കണ്ടിട്ടുണ്ടാവും. ഇത് മില്യൺസ് ബില്യൺസ് ട്രില്യൺസ് ഡാറ്റയാണ് AI-ക്കുള്ളത്. സ്വാഭാവികമായിട്ടും ആരായിരിക്കും കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള പിന്നെ ഡയഗ്നോസിസ് തരുന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ പൈനിയർ ആയിട്ടുള്ള ഒരാൾ ഇറങ്ങിയാലും ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെഷീൻ ലേണിംഗ് പ്രോസസ്സ് ഈ അവിടുത്തെ സിസ്റ്റം ചെയ്യുന്നുണ്ടാവില്ല. അവിടുത്തെ മെഷീൻസും അത് അഡ്വാൻസ് ചെയ്യുമ്പോഴൊക്കെ
ആ ഡാറ്റ പ്രോസസ് ചെയ്തിട്ടാണല്ലോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകുന്നത്. അതെ സ്വാഭാവികമായിട്ടും അടുത്ത ഈ പൈനറായിട്ടുള്ള ആള് ഇവിടുന്ന് ഇറങ്ങിയാലും ആളുടെ അറിവ് കൂടി മിസ്സാവുന്നില്ല. മിസ്സാവുന്നില്ല. അത് പ്രധാനപ്പെട്ട വിഷയം. പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ഡാറ്റ അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഡാറ്റ ഇത് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇത് ലബോറട്ടറി പെർസ്പെക്റ്റീവിൽ ഇത് ഇതേപോലെ തന്നെ ഇപ്പൊ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് മെഷീൻ ലേണിംഗ് ബേസ് ചെയ്തിട്ട് ലബോറട്ടറി പത്തോളജി അനാലിസിസ് ആണ്, പ്രത്യേകിച്ച് മൈക്രോസ്കോപ്പിക് അനാലിസിസിലൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഈ മൈക്രോസ്കോപ്പിക്കലി ഓൾറെഡി ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എന്താണ് ഒരു ക്യാൻസർ സെല്ല് ബ്ലഡിൽ കണ്ടു, അല്ലെങ്കിൽ ബോൺ മാരോയിൽ മറ്റെന്തെങ്കിലും ടിഷ്യൂസിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഈ ഇമേജ് പിന്നെ ഇതിൽ മെമ്മറിക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്നതാണെന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇനി നെക്സ്റ്റ് ലെവലിൽ ഒരു ജൂനിയർ ആണ് വരുന്നതെങ്കിൽ ഓൾറെഡി ദേ ഹാവ് എ ഡാറ്റ ബാങ്ക്. അപ്പൊ അത് മൈക്രോസ്കോപ്പിന് അറിയാം ഇതിന് മുമ്പ് വേണ്ട ക്യാൻസർ ആണ് എന്നുള്ളത്. അതെ, ആ ഒരു ഡാറ്റ അവർ ഓട്ടോമാറ്റിക്കലി പ്രോസസ് ചെയ്യാൻ അവർക്ക് കഴിയും. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ആ ഒരു ഒരാള് പോയി കഴിഞ്ഞ് മറ്റൊരാൾക്ക് എന്താണ് പിന്നെ മുഴുവൻ കവർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ലല്ലോ. അപ്പോഴും ഇൻഫർമേഷൻസ് അവിടെ ലോസ് ആവുന്നില്ല. അത് അതിന്റെ ഒരു ഡാറ്റ ബാങ്ക് ആയിട്ട് ഈ സ്റ്റോർ ചെയ്ത് പോകും. പിന്നെ ഈ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ എല്ലാം മൊബൈലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കൊരു ലാബ് ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളക്ഷൻ ആള് വരുന്നു, നമുക്ക് വാട്സപ്പിലേക്ക് റിപ്പോർട്ട് വരുന്നു. അത് ലാബിൽ ഇപ്പൊ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ സുലഭമാണ്. ഇനി അടുത്ത് ഒരു വരാൻ പോകുന്ന വെച്ചാൽ എക്സ്റേ, നമുക്കൊരു എക്സ്റേ ഇമേജ് ആവശ്യമുണ്ടെങ്കിൽ, നമുക്കൊരു എക്സ്റേ ഡയഗ്നോസിസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടബിൾ ആയിട്ടുള്ള മെഷീൻ, അതായത് നമുക്ക് ലഞ്ച് ബോക്സ് ക്യാരി ചെയ്യുന്ന പോലെ എക്സ്റേ മെഷീൻ ക്യാരി ചെയ്തിട്ട് നമ്മൾ പോർട്ടബിൾ മെഷീൻസ് നമ്മളിപ്പോ ഒരു സൂട്ട്കേസ് പോലെ എടുത്ത് പേഷ്യന്റ് അടുത്ത് പോയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് വളരെ കുറവായതുകൊണ്ടാണ് ഇപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്ത് വരുന്നുണ്ട്. നമുക്കിനി ഭാവിയിൽ എക്സ്റേ ഇത് വേണമെന്നുണ്ട്. അതാ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോ പറഞ്ഞത്, നമ്മള് സങ്കല്പത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് തകർന്നേക്കാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ പോർട്ടബിൾ മെഷീൻസിന് ചുറ്റിപ്പറ്റിയിട്ട് കുറെ മിസ്റയൊക്കെ കേട്ടു. ചിലപ്പോ മേ ബി മിത്താവാം. ഇത് റേഡിയേഷൻ എന്തെങ്കിലും കൂടുതലാണെന്നോ അല്ലെങ്കിൽ ലീക്കേജ് റേഡിയേഷൻ വരുന്ന നമ്മൾ എക്സ്റേ മെഷീനിൽ നമ്മൾ പൊതുവായിട്ട് സാധാരണ 2 ഫാക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഒന്ന് കറന്റ്, MA എന്ന് ഉപയോഗിക്കുന്ന കറന്റ്, നമ്മൾ മില്ലിയാണ്. അപ്പൊ അതിൽ തന്നെ ഉണ്ട് സത്യത്തില്. നമ്മള് സാധാരണ നമ്മൾ ബൾബിനൊക്കെ ഉള്ളത് ആംപിയർ കറണ്ട് നമ്മൾ കൊടുക്കും. ഇവിടെ നമ്മൾ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ അത്ര കറണ്ട് വേണ്ട, മില്ലി ആംപിയറെ കൊടുക്കുന്നുള്ളൂ. അപ്പോ വളരെ കുറഞ്ഞ ആ കറണ്ടിനനുസരിച്ചിട്ടാണ്, അതിന്റെ ഫിസിക്സ് അറിയുന്നവർക്ക് അറിയാം, ഈ കറണ്ട് കൊടുക്കുന്നതനുസരിച്ചാണ് തെർമിയോണിക് എമിഷൻ നടക്കുന്നത്. അതായത് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനനുപാതികമായിട്ടാണ്, പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ മില്ലി ആംപിയറിന് അനുപാതികമായിട്ടുള്ള എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, വളരെ കുറവാണ്. പിന്നെ ഉപയോഗിക്കുന്നത് കിലോ വോൾട്ടേജ്. നമ്മൾ സാധാരണ വോൾട്ടേജ് ആണ് എക്സ്റേയിൽ ഉപയോഗിക്കുന്നത്, കിലോ വോൾട്ടേജ് ആണ്. പക്ഷെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്, അത് പെനിട്രേഷൻ ആണ് സഹായിക്കുന്നത്. കൂടുതൽ എനർജി ആയാലും കൂടുന്നതോറും റേഡിയേഷൻ ഡോസ് കുറയാ ചെയ്യും. അപ്പോ MA, നമ്മൾ ഷോർട്ട് MA, ഈ പോർട്ടബിൾ മെഷീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് MA മെഷീൻസ് ആണ്. അപ്പൊ അത് ആ ഒരു സത്യത്തിൽ അതൊരു അനാവശ്യമായ മിത്താണ്. റേഡിയോ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ കുറച്ച് മിത്സ് ഉണ്ട്. അതെ, റേഡിയോ ആക്ടിവിറ്റി നമ്മൾ സാധാരണ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനൊക്കെ നമ്മൾ മനസ്സിൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെർണോബിലൊക്കെ നമ്മൾ മനസ്സിൽ വരിക. അതിപ്പോ നമ്മളെ സറൗണ്ടിങ്ങിൽ തന്നെ റേഡിയേഷൻസ് ഉണ്ട്. നമ്മള് സീഷോർ ഏരിയയിലാണെങ്കിൽ സോയിലിന്റെ ആക്ടിവിറ്റി കൂടുതലാണ്, റേഡിയേഷൻ കൂടുതലാണ്. പക്ഷെ അത് നമ്മൾ ഹാം ചെയ്യുന്നില്ല. അപ്പൊ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതെന്തോ അനാവശ്യം അല്ലെങ്കിൽ എന്തോ ഒരു ഉപദ്രവകാരിയാണെന്നുള്ളൊരു ഡേഞ്ചർ ആയിട്ടാണ് അങ്ങനെ പലരും കാണും. പക്ഷെ അതില് ഈ ഇതൊക്കെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എനർജിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഈ എക്സ്റേ, ഗാമ, വിസിബിൾ ലൈറ്റ്, മൈക്രോവേവ് എന്നൊക്കെ വിളിക്കുന്നത് അതിന്റെ എനർജിയും അതിന്റെ ഫ്രീക്വൻസി ഒക്കെ ബേസ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ഒരു പോസിറ്റീവ് വശം ചിന്തിക്കുമ്പോൾ എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്, അതില് പ്രൂഫ് ഒന്നും ചോദിക്കരുത്, ചിലപ്പോ തെറ്റാവാം. നമ്മൾ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് ഏറ്റവും കൂടുതൽ എക്സ്റേയുടെ എക്സ്പോസ്ഡ് ആവുന്ന ആളുകള് ഈ ഫ്ലൂറോസ്കോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ
സിയാമിൽ തിയേറ്ററിൽ ലൈവ് എക്സ്പോഷർ Live. ആളുകൾ, ഇപ്പോൾ ഇന്റർനാഷണൽ റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോസ്കോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളാണ്. നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ അനുഭവങ്ങളിലേക്ക് കണക്ട് ചെയ്യാം. അത്തരം ആളുകളെ കൂടുതൽ ആക്റ്റീവായിട്ട് കാണാം ഒരു വർക്കിൽ. എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ്, ശരിയാവാൻ തെറ്റാവാം. നമ്മളിപ്പോ ഇന്റർനാഷണൽ റേഡിയോളജിസ്റ്റിനെ ഒബ്സർവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിയാം ടെക്നോളജിസ്റ്റിനെ ഒബ്സർവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അവർ MRI ഉള്ള ടെക്നോളജിനേക്കാൾ കൂടുതൽ ഒന്നും കൂടെ എനർജറ്റിക് ആയി. കാരണം അവർക്ക് ചെറിയൊരു എക്സ്റേ എക്സ്പോസർ കിട്ടുന്നതോറും എനർജിയാണല്ലോ കിട്ടുന്നത്. അപ്പോ അവര് അതിനനുസരിച്ചിട്ട് അവര് പിന്നെ പാകപ്പെടും ഒന്നുകൂടി വർക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടി. പൊതുവെ അതെ, ഡിപ്പാർട്ട്മെന്റിൽ പൊതുവെ ഒരു സംസാരം ഉണ്ട്, MRI നിൽക്കുന്ന ഒരു മടിയന്മാരാണ്, ഒരു സീക്വൻസ് പ്ലാൻ ചെയ്യുന്ന പോലെ ഉറങ്ങിത്തേങ്ങിയിരിക്കുന്നത്. അത് അതിന്റെ കാരണം ഇതാവാം. അവർ കാരണം അയനൈസിങ് റേഡിയേഷനുമായിട്ട് അവര് എന്താവുന്നില്ല, ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഈ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ശീലിക്കാത്ത കാരണം ഇതായിരിക്കാം. എന്ത്, അവർക്ക് എനർജി കിട്ടുന്നുണ്ട് ഈ എക്സ്ട്രാ എക്സ്പോഷർ. അത് ഞാൻ ഒരു വായന എന്ന് പറയുന്നതല്ല, ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ തെറ്റാവാം, ശരിയാ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒബ്സർവേഷൻ ആണ് ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോ കോളേജിൽ പഠിക്കുന്ന ടൈമില് നമ്മളുണ്ട്, റേഡിയോളജി പോസ്റ്റിങ്ങിന് പോകുന്നവരുണ്ട്. അറ്റ് ദ സെയിം ടൈം കാത്ത് ലാബിലും നമ്മുടെ CVT ഫ്രണ്ട്സും ഉണ്ട്. ഇവര് പോസ്റ്റിംഗ് കഴിഞ്ഞു വന്നാല് അതിനകത്തുള്ള ടൈം അല്ല കേട്ടോ, പോസ്റ്റിംഗ് കഴിഞ്ഞു വന്നാൽ ഇവർക്ക് കുറച്ചുകൂടെ ഒരു ഒരു പെട്ടെന്ന് അവരിങ്ങനെ ഡോസ് ഓഫ് ആയി പോകും. അത് പിന്നെ അവിടുത്തെ ആ ഒരു പ്രത്യേക സമയത്തുള്ള കാര്യമല്ല പറയുന്നത്. ജനറലി അവരൊരു ക്യാരക്ടറിന് അങ്ങനെ ആവും. വർക്ക് ചെയ്യുന്ന സമയത്തല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ഉടനെ അല്ല, പൊതുവെ അവര് പേഴ്സണാലിറ്റി തന്നെ. അത്തരം ആളുകൾ ഇത്തരം ഇതിലേക്ക് വർക്കിന് വരുന്നതാണോന്നും അറിയില്ല, ആവാം. ഇത്തരം ആളുകൾ പൊതുവെ അവരുടെ സോഷ്യൽ ആക്കുന്ന സമയത്തും അവരെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴും അവർ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് വർക്കുകാരനിൽ ക്ഷീണമല്ല ഉദ്ദേശിക്കുന്നത്, അതുണ്ടാവാം. ചിലപ്പോ ക്ഷീണൊക്കെ വന്നേക്കാം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊതുവെ അവരുടെ ഒരു ജീവന്റെ മാറ്റം, എനർജി അധികം കിട്ടുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ ടെക്നോളജീസ് ഒക്കെ കുറച്ചും കൂടി സിമ്പിൾ ടു യൂസും പിന്നെ കുറച്ച് മാൻ പവറും ഒക്കെ അവരുടെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസിൽ മൊത്തത്തില് ലോകത്ത് മൊത്തത്തില് ഉണ്ടാവാൻ പോകുന്ന അതൊരു ക്രൈസിസ് ആയിരിക്കും, അത് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റികളുടെ പുതിയൊരു കാലത്തേക്കാണോ വഴി തുറക്കണേ, എങ്ങനെയാണ് അതിനെ നമ്മളെങ്ങനെ കാണേണ്ടത്? അതിന് രണ്ട് രീതിയിൽ നമുക്ക് സമീപിക്കാം. നമ്മൾ ഏതൊരു ടെക്നോളജിയും പുതുതായി വരുമ്പോഴും അതൊരു ഒരുപാട് ജോലി സാധ്യതകൾ കൊണ്ടുവരും. അത് ആർക്കാവും കൊണ്ടുവരിക, അടുത്ത ജനറേഷൻ ആയിരിക്കും കൊണ്ടുവരിക. ഇപ്പൊ അവര് നമ്മളെ ഈ പിന്നെ എന്താ പറയാ, നമ്മളെ ഈ നെയ്യുന്നതിന് എന്താ പറയാ, നമ്മള് നെയ്ത്ത് യന്ത്രം, നെയ്ത്തല്ല, എന്താ കൊയ്ത്ത് യന്ത്രം. ഈ കൊയ്ത്ത് യന്ത്രം വന്നപ്പോ ജോലി നഷ്ടപ്പെട്ടവർക്കല്ല ജോലി കിട്ടിയത്. അപ്പൊ ഈ ഞാൻ പൊതുവെ നമ്മൾ പറയാറുള്ളത്, റേഡിയോഗ്രാഫേഴ്സ് പുതിയ ടെക്നോളജി പഠിക്കാൻ കഴിയാത്ത, എല്ലാവർക്കും എല്ലാ ടെക്നോളജി പഠിക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല, എല്ലാവർക്കും അതിനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത്തരം ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് പേഷ്യന്റ് കെയറിലാണ്. ടെക്നോളജി എല്ലാം ഓട്ടോമാറ്റിക് തന്നെ പൊസിഷൻ ചെയ്യുന്നു, ഓട്ടോമാറ്റിക് തന്നെ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എല്ലാം ഈ മെഷീനുകൾ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ അഡാപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഇതിൽ ഫോക്കസ് ചെയ്യണം. പേഷ്യന്റ് ഫോക്കസ് ചെയ്യണം. മെഷീന് തരാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇനിയും ഉണ്ട്. ഇതുവരെ എംപതിക്കൽ കെയർ ഒന്നും കഴിയില്ല, മെഷീൻ ചെയ്യാൻ കഴിയില്ല. അത്ര മേഖല ഫോക്കസ് ചെയ്യാൻ തന്നെ നല്ല ടെക്നോളജി ആയിരിക്കും സംഭവം ചെയ്യാൻ കഴിയും. പിന്നെ പുതിയ വരുന്ന ആളുകൾ, ഈ ടെക്നോളജിക്ക് പുതുതായി വരുന്ന പുതിയ സ്റ്റുഡൻസ് പോലത്തെ കുട്ടികളൊക്കെ റേഡിയോഗ്രാഫേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇത് തുറന്നു തരുന്നുണ്ട്, പുതിയ വാതിലുകൾ തുറക്കുന്നുണ്ട്, അതിലേക്ക് പോകണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നത്, അത് സെഗ്രിഗേറ്റ് ചെയ്യാം. ഓരോ ഡാറ്റ എന്താണ്, ഓരോ എക്സ്റേ അത് അനലൈസ് ചെയ്യുന്നത്, അത് ഈ AI പഠിപ്പിക്കുന്ന ആളുകളെ വേണം റേഡിയോഗ്രാഫേഴ്സ്. അനാട്ടമിക്കൽ നോളജ് ഉള്ള, ഇമേജ് റീഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ. അപ്പൊ അവർക്ക് പേഷ്യന്റിനെ ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു എക്സ്റേ ആണെന്ന് എന്താണെന്ന് AI പഠിപ്പിക്കുക. പിന്നെ സിസ്റ്റം പിന്നീട് അത് അത്തരം ആളുകൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നൊരു നമ്മളൊരു കോഴ്സ് പഠിച്ചിട്ട് അത് നമുക്ക് ലൈഫ് ടൈം ജോബ് തരും, നമുക്ക് ഇനി ഒരിക്കലും ഇന്നത്തെ കാലത്ത് പറയാൻ കഴിയും. അത് വീണ്ടും അതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇതേപോലെ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ റിസർച്ചുകളും കാര്യങ്ങളും ഡെയിലി നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അത്രയും അപായ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്ലിക്കേഷൻ മേഖലയിൽ, റിസർച്ചില്,
പിന്നെ ഈ വെൻഡേഴ്സിന് എല്ലാ വെൻഡേഴ്സും ഒരുപാട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് റേഡിയോഗ്രാഫേഴ്സിനെ വേണം, അവർക്കൊക്കെ സ്കിൽഡ് ആയ ആളുകളെ വേണം, ഫ്രഷേഴ്സിനെ വേണം. അപ്പൊ അത്തരം ആളുകൾ, അത്തരം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അതിലേക്ക് പോകും. കേവലം ഒരു റേഡിയോഗ്രാഫറിനോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അവര് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുക, അത് മാത്രമല്ല. റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുക്കുക, CT എടുക്കുക, MRI എടുക്കുക, അത് മാത്രമല്ല അവരുടെ വർക്ക്. അല്ലെങ്കിൽ ഇനി അതാവില്ല അവരുടെ വർക്ക് ഫ്യൂച്ചറിൽ. ഇപ്പൊ ഈ കോവിഡിന് ശേഷം എഡ്യൂക്കേഷൻ മേഖലയിൽ സംഭവിച്ചൊരു ലേണിംഗ് വിപ്ലവം ഉണ്ടായി. അതെ, ഈ ലേണിംഗ് ആപ്സ്, പ്ലാറ്റ്ഫോംസ് കൂടെയൊക്കെ എല്ലാ പഠനങ്ങളുടെ ഒരു പുതിയൊരു സാധ്യതകളിലേക്ക് തുറന്നു. ഒരേ സമയം എന്താണ് ടീച്ചേഴ്സും അതിന് അഡാപ്റ്റ് ആയി, സ്റ്റുഡൻസും അഡാപ്റ്റ് ആയി. പിന്നെ എന്താണ് ഇതിനു വേണ്ടിയിട്ട് പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും കുട്ടികളെ ഇത്തരം പ്ലാറ്റ്ഫോംസിൽ താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ കാര്യങ്ങളൊക്കെ അവരും പരിശീലിച്ചു വന്നപ്പോ ഇപ്പൊ അതൊരു നോർമലൈസ്ഡ് ആയി തീർന്നു. അതേപോലെ തന്നെ ടെക്നോളജീസ് തന്നെ അതിൻ്റെതായ ഒരു സമയം എടുക്കുന്നുണ്ടായിരിക്കും, അതിനുശേഷം അത് നോർമലൈസ് ആവുന്നുണ്ടാവും. ഇതൊക്കെ വളരെ എല്ലാവർക്കും അവൈലബിൾ ആവുന്ന വളരെ എളുപ്പമുള്ള ടെക്നോളജി ആയിട്ട് മാറുന്നതാണ്. ഇപ്പൊ നമ്മള് BP അപ്പാരറ്റസ്, ഇപ്പൊ നമുക്ക് സാധാരണ ഇപ്പൊ ഉപയോഗിക്കുന്ന ഡിജിറ്റലൈസ്ഡ്, അല്ലെങ്കിൽ നമ്മുടെ സിഗ്നോ മാനോമീറ്റർ വെക്കുന്ന സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ആ രീതിയിലാണ് BP നോക്കിയത്. ഇന്ന് നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, BP അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെറ്റപ്പ് അത് അടിമുടി മാറും, ഉറപ്പാണത്. അത് നമ്മളൊരു കോവിഡിന് ശേഷം ഒരു മാറ്റം ചെറുങ്ങനെ കണ്ടു. ഇനി എന്തെങ്കിലും ഒരു ചെറിയൊരു വേവ്, ആൾറെഡി ടെക്നോളജി ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമുള്ളൂ. അപ്പൊ അതിനെന്തെങ്കിലും ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പാൻഡമിക് കൂടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വേൾഡ് വാർ അതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ആൾറെഡി ടെക്നോളജി അതിന് റെഡിയാണ്. നമ്മളും അത് യൂസ് ചെയ്യാൻ നിർബന്ധിതരാകും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ നമുക്ക് കഴിയാത്തൊരവസ്ഥ വരും. ഇന്നിപ്പോ നമ്മളൊരു ഫാൻസി ആയിട്ടാണ് സ്മാർട്ട് വാച്ച്, സീരിയസ് ആയിട്ട് ആരും BP ചെക്ക് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ടെക്നോളജി അവിടെ ഉണ്ട്, ഡാറ്റ ഒക്കെ അവിടെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ അത് മാത്രം ആശ്രയിക്കുന്ന ഒരു സംവിധാനം വരും തീർച്ചയായിട്ടും.